കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ടു കഴിഞ്ഞ്, കാരണം അങ്ങനത്തെ അനുഭവങ്ങളാണ് നമുക്ക് ഇതുവരെ ഉണ്ടായത്. കാരണം മിനിഞ്ഞാന്ന് അവർ വണ്ടി എടുത്തു തരാമെന്ന് പറഞ്ഞ ഇപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു മിനിഞ്ഞാന്ന് വണ്ടി കിട്ടും, ആ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഉച്ചവരെ അന്ന് മിനിഞ്ഞാന്ന് നിന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്നും നടക്കാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ MP രാഘവൻ സാറെ കാണാൻ പോയതും അവിടുന്ന് ഭാര്യയും എല്ലാവരും. അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഇന്ന് ഈ റഡാർ ഉൾപ്പെടെ എത്തിച്ച് കുറച്ചുകൂടി ഈ തെരച്ചിൽ പുരോഗമിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിശ്വാസം നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അതെ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമുക്ക് അത് വരും, പ്രതീക്ഷയുണ്ട്, വരട്ടെ. നിങ്ങൾ ഈ SP-നോടാണോ സംസാരിച്ചത്? SP-നോട് സംസാരിച്ചു. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഇല്ല അങ്ങനെ പറഞ്ഞു. അവർ സാറ് വന്നിട്ട് വരാമെന്ന് പറഞ്ഞു. 100 മീറ്റർ മണ്ണ് നീക്കണം എന്നാണ് ഇപ്പം ഈ മോട്ടോർ വെഹിക്കിളിൻ്റെ കേരളത്തിൽ നിന്ന് വന്ന് പറഞ്ഞത്. അത് എത്ര ശ്രമകരമാണ് നിലവിൽ ഇപ്പോഴത്തെ ഈ രീതിയിൽ? ഇല്ല, ഈ രീതിയിൽ അവർ 100 മീറ്റർ മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. വണ്ടി എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് മണ്ണെടുക്കുക അതേ പോസിബിൾ ഉള്ളൂ. അതിനാണ് ഈ റഡാർ സംവിധാനം. അത് ആ രീതിയിൽ തന്നെ നടക്കണം അല്ലേ? ആ രീതിയിൽ നടന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇന്നും നാളെയോ അവനെ കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പ്രായോഗികമായിരിക്കും. അതിന് ഇനിയും ദിവസങ്ങളെടുക്കും. പ്രായോഗികമാണ്, മണ്ണെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിനുള്ള ജീവൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അത് നടക്കാൻ പറ്റില്ല. സംസാരിച്ചിരുന്നു.